ഏവർക്കും നമസ്കാരം. വിശാഖ് പാവുമ്പയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു കിടിലൻ ട്രിക്ക് പറഞ്ഞു തരാനാണ്. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ പോലും നമ്മൾ ഒരിക്കൽ കൂടി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ തുടർന്ന് കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്ത് പോകാം. ഒന്നുമില്ല മക്കളെ, 5 കൊണ്ടും 25 കൊണ്ടും 125 കൊണ്ടും വേണമെങ്കിൽ പിന്നെ 625 കൊണ്ടും ഒരു സംഖ്യയെ വളരെ വേഗത്തിൽ ഹരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. മക്കളതാ, ആദ്യം തന്നെ നമ്മൾ നോക്കുന്നു 5 കൊണ്ടൊരു സംഖ്യയെ വളരെ വേഗത്തിൽ, പേനയോ പേപ്പറോ ഒന്നും കൈകൊണ്ടെടുക്കാതെ വളരെ വേഗത്തിൽ എങ്ങനെ ഹരിക്കാം എന്നാണ് പറയുന്നത്. ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ എന്താണ് മാർഗം എന്നറിയാമോ? ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംഖ്യയെ 5 കൊണ്ട്, ഏതെങ്കിലും ഒരു സംഖ്യ ആയിക്കോട്ടെ, ഞാൻ സംഖ്യയെ 60 എന്നെടുക്കുക. എനിക്ക് 60നെ 5 കൊണ്ട് ഹരിക്കണം. 60നെ 5 കൊണ്ട് ഹരിക്കാൻ വളരെ വേഗത്തിൽ 60നെ ഒരു തവണ ഇരട്ടിയെടുക്കണം. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. ഇവിടെ പറയാം, ഒരു തവണ സംഖ്യയുടെ ഇരട്ടിയെടുക്കണം, ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. ഒന്നുകൂടെ പറയാം, ഒരു തവണ സംഖ്യയുടെ ഇരട്ടിയെടുക്കണം, ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. അതായത് 60ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 60ൻ്റെ ഇരട്ടി 120. ശരിയാണോ? ശേഷം ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. 12.0 വിച്ച് മീൻസ് 12. നമ്മുടെ ശരി ഉത്തരം 12. ഒന്നുമില്ല, എനിക്കിതാ 72നെ 5 കൊണ്ട് ഹരിക്കണം. മക്കളെ, 72 എന്ന സംഖ്യ എനിക്ക് 5 കൊണ്ട് ഹരിക്കണം. എന്തായാലും നമുക്കറിയാം പോയിന്റ് വരും. ഇത് വളരെ വേഗത്തിൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, 72നെ ഒരു തവണ ഇരട്ടിയെടുക്കണം. 72നെ ഒരു തവണ ഇരട്ടിയെടുക്കുമ്പോൾ 144. ശരിയാണോ? 144. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. 14.4 കഴിഞ്ഞ്. ഒന്നുമില്ല, ഒരു 128നെ 5 കൊണ്ട് ഹരിക്കണം. 128നെ 5 കൊണ്ട് ഹരിക്കണം. എന്തോ മാർഗം? 128ൻ്റെ ഇരട്ടി എടുക്കണം. 128ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞ മക്കളെ 256. 256 കണ്ടോ? ഒരു തവണ ഇരട്ടിയെടുത്തു. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുന്നു. 25.6. സംശയമുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ അടക്കം ചെയ്ത് നോക്കിക്കൂ. 25.6. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല, നിങ്ങൾക്കൊരു 1025നെ 1025നെ വളരെ വേഗത്തിൽ 5 കൊണ്ട് ഹരിക്കണം. 1025നെ 5 കൊണ്ട് ഹരിക്കാൻ 1025ൻ്റെ ഇരട്ടി എടുക്കണം. 1025ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ മക്കളെ 1000ൻ്റെ ഇരട്ടി 2000, 25ൻ്റെ ഇരട്ടി 50. അപ്പോൾ 1025ൻ്റെ ഇരട്ടി 2050. എന്നൂടെ പറയാം, 1025ൻ്റെ ഇരട്ടി എടുക്കാൻ 1000ൻ്റെ ഇരട്ടി 2000, 25ൻ്റെ ഇരട്ടി 50. അപ്പോൾ 1025ൻ്റെ ഇരട്ടി 2050. അപ്പോൾ കണ്ടോ, ഇരട്ടി എടുത്തു 2050. കണ്ടോ, ഒരു സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്തു. 205.0 എന്ന് പറഞ്ഞാൽ 205. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല, നിങ്ങൾക്കിതാ 714നെ 5 കൊണ്ട് ഹരിക്കണം. എന്തോ മാർഗം? 714ൻ്റെ ഇരട്ടി എടുക്കണം. എങ്ങനെ 714ൻ്റെ ഇരട്ടി വളരെ വേഗത്തിലെടുക്കും? മകളെ, 700ൻ്റെ ഇരട്ടി എടുക്കും. രണ്ടായിട്ട് എടുത്താൽ മതി. 700ൻ്റെ ഇരട്ടി 1400. 700ൻ്റെ ഇരട്ടി 1400. 14ൻ്റെ ഇരട്ടി ബാക്കി 28. അപ്പം 714ൻ്റെ ഇരട്ടി എടുക്കാൻ 700ൻ്റെ ഇരട്ടി എടുക്കും. 1400. 14ൻ്റെ ഇരട്ടി 28. അപ്പോൾ 1428. 1428 എന്ന് വരും. എത്രണ്ടേ? 714ൻ്റെ ഇരട്ടി മക്കളെ, 700ൻ്റെ ഇരട്ടി 1400, 14ൻ്റെ ഇരട്ടി 28. അപ്പോൾ 714ൻ്റെ ഇരട്ടി 1428. ശേഷം ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്തു. 142.8. 142.8. ഈ പറഞ്ഞത് മനസ്സിലായോ? 5 കൊണ്ട് ഹരിക്കാൻ നമ്മൾ പറഞ്ഞെന്തുവാ? ഒരു തവണ ഇരട്ടി എടുക്കണം, ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. ഒരു തവണ ഇരട്ടി എടുക്കണം, ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. പറഞ്ഞത് ഓക്കെയാണോ? അങ്ങനെയെങ്കിൽ 25 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ എന്താണ് മാർഗം എന്നറിയാമോ? 25 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ 2 തവണ സംഖ്യയുടെ ഇരട്ടി എടുക്കണം, 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. ഒന്നുകൂടെ, 2 തവണ സംഖ്യയുടെ ഇരട്ടി എടുക്കണം, 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് 125നെ മക്കളെ 125നെ എനിക്ക് 25 കൊണ്ട് ഹരിക്കണം. 125നെ 25 കൊണ്ട് ഹരിക്കാൻ 2 തവണ ഇരട്ടി എടുക്കണം. 125ൻ്റെ ആദ്യം ഒരു തവണ ഇരട്ടി എടുക്കുമ്പം 250. വീണ്ടും 250ൻ്റെ ഇരട്ടി എടുക്കണം. കണ്ടോ, 2 തവണ ഇരട്ടി എടുക്കണം. 250ൻ്റെ ഇരട്ടി മക്കളെ 500. ശരിയാണോ? 500 എന്ന് വരും. ഓക്കെ,
2 സ്ഥാനം വലത്തൂന്ന് ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. 5.00 കഴിഞ്ഞ്. കണ്ടോ? എടാ, ഒരു സംഖ്യ 25 കൊണ്ട് ഹരിക്കാൻ 2 തവണ സംഖ്യയുടെ ഇരട്ടി എടുക്കണം. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. വീണ്ടും എനിക്ക് 70 എന്ന സംഖ്യയെ മക്കളെ 25 കൊണ്ട് ഹരിക്കണം. 70 എന്ന സംഖ്യ 25 കൊണ്ട് ഹരിക്കണം. എന്താ മാർഗം? 2 തവണ ഇരട്ടി എടുക്കണം. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. അപ്പോൾ പറ, 70നെ ആദ്യം ഒരു തവണ ഇരട്ടി എടുക്കുമ്പം 70ൻ്റെ ഇരട്ടി 140. വീണ്ടും 140ൻ്റെ ഇരട്ടി എടുക്കുമ്പം 280. ശരിയാണോ? 280 എന്ന് വരും. ശരിയാണ് മക്കളെ? 70ൻ്റെ ഇരട്ടി 140, 140ൻ്റെ ഇരട്ടി 250. 2 തവണ ഇരട്ടി എടുത്തു. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുമ്പം വലത്തുനിന്ന് 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുമ്പം 2.80, വിച്ച് മീൻസ് 2.8. 2.8 നമ്മുടെ ശരി ഉത്തരം. ഒന്നുമില്ല. എനിക്കിതാ 600നെ മക്കളെ വളരെ വേഗത്തിൽ 25 കൊണ്ട് ഹരിക്കണം. എന്താ മാർഗം? 2 തവണ ഇരട്ടി എടുക്കണം. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. അപ്പം 600ൻ്റെ ആദ്യം ഒരു തവണ ഇരട്ടി എടുക്കുമ്പോൾ 1200. വീണ്ടും ഒരു തവണ കൂടി ഇരട്ടി എടുക്കുമ്പം 1200ൻ്റെ ഇരട്ടി 2400. ശരിയാണോ? 2400. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുമ്പം 24.00, വിച്ച് മീൻസ് 24. ഓക്കെ ആണോ? ഒന്നുമില്ല. എനിക്കിതാ ഒരു 35നെ മക്കളെ 25 കൊണ്ട് ഹരിക്കണം. 35നെ 25 കൊണ്ട് ഹരിക്കുമ്പം 35ൻ്റെ ഇരട്ടി 70, 70ൻ്റെ ഇരട്ടി 140, 140നെ ഇനി വലത്തുനിന്ന് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുമ്പം 1.40 എന്ന് പറഞ്ഞാൽ 1.4. ക്ലിയർ ആണോ? ഒന്നുമില്ല. എനിക്കിതാ ഒരു 720നെ 25 കൊണ്ട് ഹരിക്കണം. എന്ത് ചെയ്യും? 720ൻ്റെ ഇരട്ടി എടുക്കും. നമുക്കറിയാം 700ൻ്റെ ഇരട്ടി 1400, 20ൻ്റെ ഇരട്ടി 40 അല്ലേ? അപ്പോൾ 1440 എന്ന് വരും. 144, 1440. ഓക്കെ, അതിൻ്റെ ഇരട്ടി എടുക്കുമ്പം മക്കളെ 288, 2880 എന്ന് വരും. 2880. ശരിയാണോ? 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുമ്പം 28.80 എന്ന് പറഞ്ഞാൽ 28. ക്ലിയർ ആണോ? നിങ്ങൾക്ക് വളരെ വേഗത്തിൽ 3നെ 25 കൊണ്ട് ഹരിക്കണം. 3നെ 25 കൊണ്ട് ഹരിക്കണം. പോയിൻ്റൊക്കെ വരും. നമുക്കറിയാം പോയിൻ്റൊക്കെ വരും. വേഗം നമ്മൾ എന്ത് ചെയ്യും? 3ൻ്റെ ഇരട്ടി 6, 6ൻ്റെ ഇരട്ടി 12. 2 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുമ്പം 0.12 കഴിഞ്ഞ്. പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാ. ഓക്കെ ആണോ? ശരിതാ. അങ്ങനെയെങ്കിൽ 125 കൊണ്ട് നിങ്ങൾക്കൊരു സംഖ്യ ഹരിക്കണമെങ്കിൽ ഇപ്പം പറഞ്ഞത് ഒരു സ്റ്റെപ്പ് കൂടെ അധികം ചെയ്യണം. സംഖ്യയെ 3 തവണ ഇരട്ടി എടുക്കണം. 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. എന്താ? സംഖ്യ 3 തവണ ഇരട്ടി എടുക്കണം. 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. സംഖ്യ 3 തവണ ഇരട്ടിയാക്കണം. ശേഷം 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. അതായത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് 4നെ മക്കളെ 125 കൊണ്ട് ഹരിക്കണം. 4 എന്ന നമ്പറിനെ 125 കൊണ്ട് ഹരിക്കണം. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്ററിലോ മൊബൈൽ ഫോണിലോ ഒക്കെ ചെയ്ത് നോക്കിക്കോ, മാനുവലായിട്ടും ചെയ്ത് നോക്കിക്കോ. ഞാൻ ഈ പറയുന്നത് മാത്രമേ വരൂ. മക്കളെ 4ൻ്റെ ഇരട്ടി ഒരു തവണ ഇരട്ടി എടുത്താൽ 8. വീണ്ടും ഒരു തവണ കൂടി ഇരട്ടി എടുത്താൽ 8ൻ്റെ ഇരട്ടി 16. വീണ്ടും 16ൻ്റെ ഇരട്ടി എടുത്താൽ മക്കളെ 32. ശരിയാണോ? 32 എന്ന് വരും. 3 തവണയാണ് നമ്മൾ ഇരട്ടി എടുത്താൽ 3 തവണ. എങ്കിൽ 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. നിലവിൽ 2 സ്ഥാനമല്ല ഉള്ളൂ. എങ്കിൽ നമ്മൾ ഒരു സ്ഥാനം ഇട്ട് കൊടുക്കും. ഇവിടെ ഒരു 0.032 എന്ന് വരും. സിമ്പിൾ അല്ലേ? പറഞ്ഞിട്ട് മനസ്സിലായോ? നിങ്ങൾക്ക് 16 എന്ന സംഖ്യയെ 125 കൊണ്ട് ഹരിക്കണം. 16 എന്ന സംഖ്യയെ 125 കൊണ്ട് ഹരിച്ചാലുള്ള ദശാംശ സംഖ്യ ഏത് എന്നൊക്കെ PSC പരീക്ഷയിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 3 തവണ ഇരട്ടി എടുക്കണം. 3 തവണ ഇരട്ടി എടുക്കണം. 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. 16ൻ്റെ ഇരട്ടി പറ 32. വീണ്ടും 32ൻ്റെ ഇരട്ടി പറ 64. 64ൻ്റെ ഇരട്ടി മക്കളെ പറ 128. ശരിയാണോ? 128. ശരി, 3 തവണ ഇരട്ടി എടുത്താൽ 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുന്നു. 0.128 കഴിഞ്ഞ്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് 50 എന്ന സംഖ്യയെ 125 കൊണ്ട് ഹരിക്കണം. 50 എന്ന സംഖ്യയെ 125 കൊണ്ട് ഹരിക്കണം. പറ എന്താ മാർഗം? 50ൻ്റെ ഇരട്ടി ആദ്യം 100, 100ൻ്റെ ഇരട്ടി 200, 200ൻ്റെ ഇരട്ടി 400. ശരിയാണോ? 400 എന്നെഴുതി. 400. 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്ത് 0.400, വിച്ച് മീൻസ് 0.4. നമ്മുടെ ശരി ഉത്തരം 0.4. 0.4. പറഞ്ഞിട്ട് മനസ്സിലായോ? ഈ പറഞ്ഞത് ഓക്കെ ആണോ? ഒന്നുകൂടെ നിങ്ങൾക്ക് 60നെ 25 കൊണ്ട് ഹരിക്കണം. എന്തോ മാർഗം? 60ൻ്റെ ഇരട്ടി 120,
120 ഇരട്ടി 240, 240 ഇരട്ടി 480, 480, 3 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്ത് 0.48 അല്ലെങ്കിൽ 0.480. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ 1/125 ഇതിൻ്റെ ഡെസിമൽ പ്ലേസ് കണ്ടുപിടിക്കണം. PSC പറയുക, എടാ 1/125 എന്നതിന് തുല്യമായ ദശാംശ സംഖ്യ ഏത് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ മുകളിൽ കിടക്കുന്ന 1, 1ൻ്റെ ഇരട്ടി ആദ്യം എടുക്കുമ്പം 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8 ആണോ? 8 എന്ന് എഴുതും. ശരിയാണ്. 3 വട്ടം പകുതി. ആദ്യം 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8. 3 തവണ ഇരട്ടി എടുത്തു. 3 സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യാൻ നമ്മൾ 2 സ്ഥാനം 0 കൊടുത്തു. 0.008. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ്. ഓക്കെ ആണോ? അപ്പോൾ ഇതേപോലുള്ള കിടിലൻ ട്രിക്കുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും അടിപൊളി മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കുകളും ഡിവിഷൻ ട്രിക്കുകളുമായിട്ട് അല്ലെങ്കിൽ സ്ക്വയർ ട്രിക്കുകളും എല്ലാമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.